ശങ്കരേട്ടൻ വിളിച്ചോ? നീ കൊല്ലയെടുത്തകത്ത് വെച്ചേക്ക. അല്ല, മൂപ്പര് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഇതിപ്പോ ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നല്ലോ. ഇതിന്റെ ഇടയിൽ കിടന്ന് ആ കുട്ടിയെ സങ്കടപ്പെടണേ. അതിന്റെ വിഷമം കാണാനാ പ്രയാസം. ഇപ്പതാ ബന്ധം വേർപെടുത്തണമെന്നുള്ള വാശിയിലെ മൂപ്പര്. മനുഷ്യന്റെ കണ്ണൊന്ന് തെറ്റിയാ മതി, രണ്ടും കൂടി തുടങ്ങിക്കോളൂ ശൃംഗാരം. കൊലക്കടയിൽ കിടന്ന ശൃംഗാരം കൊണ്ടുപോയി കൊലകത്ത് വെക്കടാ. എനിക്കിത് ഇവിടെ വെക്കാനേ സൗകര്യപ്പെടുവാണെങ്കിൽ താനെടുത്തകത്ത് വെച്ചേ. ഞാൻ ഇവിടുത്തെ കൂലിപ്പണിക്കാരനല്ല, കാര്യസ്ഥനാ. അതുകൊണ്ട് ഞാൻ പറയണത് കാര്യമായിട്ട് നീ കേൾക്കണം, മനസ്സിലായോ? കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ മുതലാളിയൊന്നും അല്ലല്ലോ. കാര്യസ്ഥൻ കായക്കൊല എടുത്താലും പൊന്തിക്കോളും. നിങ്ങൾ തമ്മി എപ്പോ കണ്ടാലും കീരിയും പാമ്പും പോലെയാണല്ലോ. ഇത് ഞാൻ എടുത്തു വെച്ചോളാം. വേണ്ട, അവിടെ നിക്ക. ഈ കൊല ഇവനെടുത്ത് അകത്ത് വെച്ചാ എന്താ പറ്റും നോക്കാലോ. എന്തിനാ ഇത്ര വാശി? ഞാൻ എടുത്തു വെച്ചോളാന്ന് പറഞ്ഞില്ലേ? ഈ കുമാരേട്ടൻ എപ്പോഴും ഇങ്ങനെ. ആഹാ, നീ അല്ലെങ്കിൽ പണ്ടേ ഇവന്റെ സൈഡാ. പക്ഷെ നീ ഒന്നും ഓർക്കണം, നിന്റെ ഭർത്താവ് ഞാനാ. ഓ, ഭർത്താവ് എന്താ നിനക്ക് പിടിച്ചില്ലേ? ഇല്ല, പിടിച്ചില്ല. ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ കെട്ടാൻ മാത്രം നിനക്ക് എന്ത് യോഗ്യത ഉണ്ടാ ഉണ്ടാക്കണ്ട. ഇന്ന് തന്നെ ഞാൻ കൊച്ചമ്മയോട് പറഞ്ഞ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായിട്ട് മനസ്സമാധാനമായിട്ട് മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞാ ശൃംഗരിക്കാതെ കയറകത്ത് പോടി. ഗൗരി, എനിക്കുള്ള കഞ്ഞി വിളമ്പി വെച്ച. ശങ്കരേട്ടൻ കൈ കഴുകി വന്നോളൂ, ഞാൻ ഇപ്പൊ വിളമ്പാം. വന്തണ്ട പാൽക്കാര അയ്യോ, എല്ലാവരും ഓടി വരണേ. ഈ കുമാരേട്ടൻ തല്ലി കൊല്ലാൻ പോണേ. അരിയിൽ നിന്ന് ആശയത്തിനും കടിച്ചിട്ട് തൊള്ളോക്കാടാ. നിന്റെ തൊളലും ഉച്ചക്കാലം പാലോക്കാൻ വന്നത്. എന്റെ പൊന്നുകുമാരേട്ടാ, കാലത്തൊരു കല്യാണം കൂടാൻ പോയതാ. അത് ഒരിത്തിരി വൈകി പോയത്. അതിലിട്ട് വലിയ കൊട്ടുഘോഷിക്കാനുണ്ടോ? അതെ, പശുവിന്റെ അകറ്റി കിടക്കുന്ന പാല അവിടെ തന്നെ ഉണ്ടാവും. ചേട്ടൻ ചേച്ചിയോട് ചെന്നിട്ട് ആ കറവപ്പാത്രം എടുത്തോണ്ട് വരാൻ പറ. എങ്ങനെ ചേച്ചിയോട് കറവപ്പാത്രം എടുത്തോണ്ട് വരാൻ. ഞാൻ പാത്രം എടുത്തോണ്ട് നിനക്ക് ഇറക്കാൻ പറ്റില്ലേ? പറ്റില്ല. വാടാ. ആനയ്ക്ക് മത തുടങ്ങിയാൽ ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് മത തുടങ്ങിയാലോ നിന്റെ അച്ഛനിടാം. മിണ്ടാണ്ട് വാടാ. അച്ഛൻ ഫുൾ ടൈം ചങ്ങലല്ല. വന്നാ പിന്നെ എന്താ ചെയ്യാ? എത്ര നേരവും ഞാൻ കാത്തുകണേ. ലോകം മുഴുവൻ ഉറങ്ങി, നിന്റെ പണി മാത്രം തീരില്ല. ഇങ്ങനെയുണ്ടോ ഒടുക്കത്തെ പണി? എന്തിനാ ഇപ്പൊ കാത്തിരുന്നേ? കിടന്നുറങ്ങായിരുന്നില്ലേ? കിടക്കാൻ വരുമ്പോൾ ഒരു സ്നേഹം, അല്ലാത്ത പിന്നെ കടിച്ചു കീറാൻ വരുമല്ലോ. അത് പിന്നെ നിന്നോട് എനിക്ക് സ്നേഹമില്ലാണ്ടല്ല, മറ്റുള്ളവരും നിന്നെ നോക്കി വെള്ളം ഉറക്കുന്നത് കാണുമ്പോ എനിക്കൊരു കലി വരും. പ്രത്യേകിച്ച് ശങ്കരൻ. എനിക്ക് ഇത്തിരി തൊലിവെളുപ്പവും ചന്തവും കൂടി പോയത് എന്റെ കുറ്റ. പാവം ശങ്കരേട്ടൻ എന്നെ കേട്ടൻ എത്ര മോശിച്ച് നടന്നതാ. എന്നിട്ട് അങ്ങേരെ വിട്ട് നിങ്ങളെ കെട്ടി എന്നോട് ഇങ്ങനെ തന്നെ പെരുമാറണം. ശങ്കരൻ ആരടി? വെറും കൂലിപ്പണിക്കാരൻ. ഞാനേ തെക്കേപ്പാട്ടെ കാര്യസ്ഥനാ. കാര്യസ്ഥൻ. അതിന്റെ പവർന്ന് വേറെയാ. കാര്യസ്ഥന്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോ നിനക്കൊരു അഭിമാനമല്ലേ? എന്റെ ചക്കരല്ലേ? ആരാ നിന്നെ കൊന്നോടാ? അയ്യോ, ആരാ? എവിടെ നൊപ്പിച്ച് സാറ് തന്നതാ. നേരത്തെ പറയണ ഞാൻ തെറ്റിദ്ധരിച്ചു. ഗൗരി, ഞാൻ വരാൻ ലേറ്റ് ആവും. നീ വാടകയ്ക്ക് കിടന്നോ. ഗൗരി, ഞങ്ങള് ഞാൻ പലയിടത്തും പോകും. നീ പറഞ്ഞു കേട്ടോ. പിന്നെ ആരൊന്ന് വിളിച്ചാലും വാല് തുറക്കണ്ട. വെള്ളം ഒഴിക്കണ്ട. എത്ര ദിവസം തൊണ്ടാനിച്ചിട്ട്. നിങ്ങൾ ഇങ്ങനെ ആക്രാന്തം കാണിക്കല്ലേ. വെള്ളം ഒഴിച്ചടിക്ക്. ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ചു തരാം. വെള്ളം ഒഴിച്ചടിച്ചാൽ എനിക്ക് ഒന്നും ആവില്ല. ചടപെടന്ന് രണ്ടു മൂന്ന് അടിക്കണം. ഇതും കൂടെ പിടിപ്പിച്ചോ, ഖുഷിയാകട്ടെ. അപ്പൊ നിനക്കോ? എനിക്കുള്ളത് ഇതിലുണ്ടല്ലോ. അപ്പൊ ഇത് ഞാൻ അടിച്ചോളാം. നന്ദിയില്ലാത്തവനാ നീ. ആ ഗൗരിയുടെ മുമ്പിൽ വെച്ച് എന്നെ നീ എന്തൊക്കെ അനാവശ്യമാ പറഞ്ഞേ. ഓട്ടറിയാ ക്ഷമിക്ക്. നീ ഒരെണ്ണെടുത്ത വീശിയെ നിന്റെ മനസ്സിലെ വിഷമം മാറട്ടെ. എനിക്കിത്തിരി മദ്യം കിട്ടിയപ്പോ ഞാൻ ആദ്യം ഓർത്ത നിന്നെയാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അതുപോലെ തന്നെ ഞാനും. നീ കഴിഞ്ഞിട്ട് എനിക്കെന്റെ ഗൗരി പോലെ ഉള്ളൂ. ആ പറഞ്ഞ പച്ച കള്ള സത്യം. ഞാൻ എന്തിനാണ് നിന്നോട് നുണ പറയണത്? എന്നാ ഇതും കൂടി പിടിപ്പീരേ. നിന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇതും കൂടി പിടിപ്പിക്കാം. നിന്റെ സൂത്രമൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെ അടുപ്പിച്ച് കെടുത്തിട്ട് നിനക്ക് എവിടെ പോവാനാണെന്ന്. ഞാൻ എങ്ങനെ ചെയ്യൂടാ കുമാരാ? ഇതാ പറഞ്ഞ് നന്ദി എന്ന് പറയണ നിനക്കില്ലെന്ന്. അത് ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ. നീ ഒരു പാവോ? എന്റെ ഗൗരി എപ്പോഴും പറയും ശങ്കരേട്ടനൊരു പാവോണെന്ന്. ഗൗരി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. നീ വന്നേ, ഞാൻ അവളുടെ മുമ്പിലേക്ക് പറയിപ്പിച്ചു തരാം. ഞാൻ വരണോ? വരണം. നീ എന്താടാ ഫിറ്റാണോ? ഞാനാ ഫിറ്റാ. ഞാൻ എത്ര അടിച്ചാലേ കരിമ്പനില്ലേ കരിമ്പന, അതുപോലെ എന്താ തലയ്ക്കൊരാട്ടം?
മലക്ക തലയ്ക്കൊരാട്ടം. അത് കരിമ്പനോലില്ലേ, ആഹാ. കാട്ടത്തിങ്ങനെ ആടുമില്ലേ, അതുപോലെ ആടുന്നതാ. നമുക്ക് ഗൗരിയോടൊന്ന് ചോദിക്കണ്ടേ? ഞാനത് മറന്നു. അതല്ലേ ഞാൻ ഓർമ്മിപ്പിച്ചത്. ഓർമ്മിപ്പിക്കാൻ നീ പക്ഷേ എടുക്കരുതാ. വളം കയറിയെടുത്ത് പോവാം. ആ ആ തുറക്കണ വായന. തുറന്നോ നീ? എന്നിട്ട് ധൈര്യമായിട്ട് കേറിക്കോ. അത് വേണ്ട, നീ തുറന്നാ മതി. നീ വല്ല ബഹുമാനം കാണിക്കണ്ട. കാര്യസ്ഥന് കൂലിക്കാരനൊക്കെ പുറത്താ. ഇവിടെ നമ്മൾ ഒന്നാ. നമുക്ക് ഒരുമിച്ച് തുറക്കാം. വാ. ആ, ഇത് ശങ്കരൻ കുമാരൻ. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് പോലെയല്ല ഈ ശങ്കരൻ. നിങ്ങൾ മൂക്കറ്റം കുടിച്ചിട്ടുണ്ടല്ലേ? ശങ്കരൻ തപ്പു, ഞാൻ കുടിച്ചു. എന്നാലും എന്റെ ശങ്കരേട്ടാ, ശങ്കരേട്ടന്റെ അടുത്തുനിന്ന് ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓഹോ, നീ ശങ്കരന്റെ കൂടെ എന്നെ പ്രതീക്ഷിച്ചില്ല, ശങ്കരനെ ഒറ്റക്കാരൻ പ്രതീക്ഷിച്ചു എന്നതല്ലേടി നീ പറഞ്ഞതിന്റെ അർത്ഥം? കേട്ടാ മതി. പാതിരാത്രി കിടന്ന് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നു. നീ എന്തിനു കാണിച്ചേ? രണ്ടുപേരും ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങണ ആരും കണ്ടാലേ കുറച്ചിൽ എനിക്കാ. നീ എന്താ ഗൗരിയെ കാലത്ത് തന്നെ രണ്ടുപേരെയും കുളിപ്പിക്ക? ഓ, ഇതന്വേഷിക്കാനാണോ തള്ളി ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇതന്വേഷിക്കാൻ ഞാൻ എന്തിനാ വരണേ? അല്ല, ഇതിപ്പോ 10 വീട്ടിൽ പോയി പറഞ്ഞാ കേൾക്കുന്നവർക്ക് ചിരിക്കാലോ. നീ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്തിരി തരൂല്ലോ എന്ന് വെച്ചിട്ട് വന്നതാ. ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ തെണ്ടി പോവുള്ളൂ. ഇഷ്ടമെങ്കിലേ വെള്ളം ഇതിനാളെ ആരോ മത്ത് ആരും കാണുന്നില്ലല്ലോ. സുന്ദരിയേ, ഒരു ചായ കൂടി. ഇപ്പൊ തരാന്നേ. ഇത്തിരി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. എടോ, 5 മണിക്കൂർ 5 ചായ കുടിച്ചില്ലേ? എഴുന്നേറ്റ് പോകാൻ നോക്ക്. ഈ നാട്ടിൽ വേറെ ആർക്കും ചായ കുടിക്കണ്ടേ? 5 കുടിച്ചിട്ടും ദാഹം തീരുന്നില്ല ഭാസ്കര. ആഹാ, ഇതിന്റെ പേര് ദാഹമൊന്നല്ല, കാമദാഹമെന്നാ. ന്യൂട്രൽ കണ്ടിട്ട് വരുവാണോ? പടം എങ്ങനെയുണ്ട്? എണ്ണത്തോണി രസിക്കാൻ പാടോ? വല്ലാത്ത ക്ഷീണുണ്ട്. താൻ ചായത്തെ പഠിക്കാൻ വല്ലതും വേണോ? ചൂട് പരിപ്പുവടിയുണ്ട്. കരിക്കാനും പിടിക്കാനും വേണ്ട. താൻ ചായത്തെ. ഞാനൊരു കാര്യം കേട്ടല്ലോ, വല്ല സത്യം ഉണ്ടോ അതില്? നീ എന്താ കേട്ടത്? നിങ്ങളുടെ ഭാര്യ ഇപ്പം ആ ശങ്കരന്റെ കൂടെ പൊറുതിന്ന് കേട്ടല്ലോ. നിങ്ങൾ തുറച്ചൊന്നും നോക്കണ്ട. ഇവിടെ ചായ കുടിക്കാൻ വരുന്നവർ അടക്കം പറയുന്നത് കേട്ടാ ഞാൻ. പിന്നെ ഭാര്യയുടെ മോളി എപ്പോഴും ഒരു കണ്ണുള്ളതല്ല. എന്തിനുള്ള പുറപ്പാടാ? അവരെ ചവിട്ടിടിക്കുക ഒന്നും വേണ്ട. അടിനാവി നോക്കി 4 ചവിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ഓ, ഒരു കുടുംബം കലക്കിയപ്പോ സമാധാനമായി. നടക്കുന്നു. പോയി മാവ് കലക്കി വെക്കണകത്ത്. ശങ്കരേട്ടാ, എന്താ ഗൗരി? ഞാനൊരു കാര്യം പറഞ്ഞ ശങ്കരേട്ടൻ കേക്കൂ? എന്താ? ഇനിയെങ്കിലും ശങ്കരേട്ടനൊരു കല്യാണം കഴിച്ചൂടെ? എത്ര നാളായെന്ന് വെച്ചാ ഇങ്ങനെ? എനിക്കിനി കല്യാണമൊന്നും വേണ്ട പെണ്ണെ. ഞാൻ ഇങ്ങനെ വെള്ളം കോരി കുളിച്ചൊക്കെ ജീവിച്ചോളാം. ശങ്കരേട്ടൻ ഇങ്ങനെ നിക്കണ കാണുമ്പോ എന്റെ ഉള്ളു പഠിക്കാം. ഒക്കത്തിന് കാരണക്കാരി ഞാനാ. ഇത്രയും നാള് ഞാൻ എന്നെ സ്നേഹിച്ചു. ഇനി വേറൊരു പെണ്ണിനെ സ്നേഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ടാ. എനിക്കത് അറിയാഞ്ഞിട്ടല്ല. എന്നാലും നമ്മളെ രണ്ടാളെയും കൂടി കാണുമ്പോ കുമാരേട്ടന് എപ്പോഴും സംശയം. ആദ്യം മൂത്ത് കുമാരേട്ടന് വല്ല ഭ്രാന്തും പിടിക്കുമെന്ന് എന്റെ പേടി. എന്ത് പേടിക്കാൻ? ഇപ്പോഴേ അവന്റെ ഭ്രാന്താ. ഓ, എന്താ? പോയി ദണ്ടയിലുണ്ട്. കുറച്ച് വെള്ളം കണ്ടുപിടിക്കും. തീർന്നു. സോപ്പില് മുളക് പൊടി നീറ്റില്ല. ഇതാ. അയ്യോ, ദേ വന്നു. അല്ലെങ്കിൽ നീ ഉപയോഗിക്കാറില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. സമ്മതിക്കൂലടാ. നീ ഒരുത്ത കാരണം എനിക്ക് വഴി കിടക്ക് നടക്കാൻ വയ്യ.
അതും പിടിച്ച